Dear students, നമുക്കിനി C പ്രോഗ്രാമിൻ്റെ നെക്സ്റ്റ് പോർഷൻ നോക്കാം. അതായത് കോൺസ്റ്റൻസ്, വേരിയബിൾസ് ആൻഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്ന ഒരു പോർഷനാണ്. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാം. ഈ പോർഷനകത്ത് ഫസ്റ്റ് നമ്മളൊരു ക്യാരക്ടർ സെറ്റ് എന്താണെന്നാണ് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. ആക്ച്വലി ക്യാരക്ടർ സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം. അതുപോലെ തന്നെയാണ് നമ്മൾ ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഫോം വേർഡ്സ്, നമ്പേഴ്സ് ആൻഡ് എക്സ്പ്രഷൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ കമ്പ്യൂട്ടർ ഓൺ വിച്ച് ദ പ്രോഗ്രാം ഈസ് റൺ. അതായത് നമ്മൾ ഒരു ദാറ്റ് ഈസ് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഫോം വേർഡ്സ് ഫോം ചെയ്യാനോ, നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാനോ, ഒരു എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാനോ എന്തിനെങ്കിലും വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ക്യാരക്ടർ സെറ്റായിട്ട് തന്നെ നമ്മൾ അതിൻ്റെ സീക്കകത്ത് പറയുന്നുണ്ട്. നമുക്കത് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ദ ക്യാരക്ടർ ഇൻ സി ഈസ് ഗ്രൂപ്ഡ് ഇൻ ടു ദ ഫോളോയിങ് കാറ്റഗറീസ്. 4 ഗ്രൂപ്പുകളായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നോട്ട് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ്. ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആൻഡ് വൈറ്റ് സ്പേസസ്. ഇങ്ങനെ 4 എണ്ണമാക്കി നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്ലൈഡിനകത്ത് സി ക്യാരക്ടർ സെറ്റാണ് പറയുന്നത്. സി ക്യാരക്ടർ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു സി ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് എ കോമ്പിനേഷൻ, അല്ലെങ്കിൽ ഇറ്റ്സ് ഇൻക്ലൂഡ് അപ്പർ കേസസ് ഓഫ് എ ടു സെഡ്, അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എ ടു സെഡ്, സ്മോൾ ലെറ്റേഴ്സ് എ ടു സെഡ്, ഡിജിറ്റ്സ് 0 to 9, ദെൻ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. ഈ 4ൻ്റെയും ഒരു കോമ്പിനേഷൻ നമ്മൾ പറയുന്നത് സി ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കുക, ക്യാപിറ്റൽ ലെറ്റർ എ ടു സെഡ് ക്യാപിറ്റൽ ലെറ്റർ, ദെൻ സ്മോൾ ലെറ്റേഴ്സ് എ ടു സെഡ്, ദെൻ അതിന് ശേഷം നമുക്ക് വരുന്നതാണ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 0 to 9, ദെൻ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. അപ്പോൾ നിങ്ങൾ നോക്കുക, അതിൻ്റെ 3 താഴെ കൊടുത്തിട്ടുണ്ട്. ലെറ്റേഴ്സ് എന്ന് പറയുന്നത് എ ബി സി എക്സെട്ര അപ് ടു സെഡ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റേഴ്സാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സെയിം ടൈം ദ വിൽ ബി ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, ഇറ്റ്സ് ഡസ് നോട്ട് മാറ്റർ. ദെൻ ഡിജിറ്റ്സ് 0 to 9 അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദർ ഈസ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കുറേ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ടിൽഡ, ദെൻ കോമ, ഡോട്ട്, സെമികോളൻ, കോളൻ, ദെൻ ക്വസ്റ്റ്യൻ മാർക്ക്, സിംഗിൾ കോട്ട്, ഡബിൾ കോട്ട്, എക്സ്ക്ലമേറ്ററി, ഓപ്പൺ ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റ്, ഓപ്പൺ കേളി ബ്രേസ്, ക്ലോസിംഗ് കേളി ബ്രേസ്, ബാക്ക് സ്ലാഷ്, ഫോർവേഡ് സ്ലാഷ്, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു, പ്ലസ്, മൈനസ്, ഡോളർ സൈൻ, ഹാഷ്, അറ്റ് ദ റേറ്റ്, ആൻഡ് സൈൻ, സ്റ്റാർ, പെർസെൻറ്റേജ്, ദെൻ പിന്നെ ക്യാപ്പ് എന്ന് പറയുന്നത്. ഇത്രയും കുറേ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ പറയുന്ന ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു വേർഡ്സോ ഒരു എക്സ്പ്രഷനോ, ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ A+B എന്ന് പറയുന്ന ഒരു ചെറിയ എക്സ്പ്രഷൻ, എയും ബിയും ആഡ് ചെയ്യാന്ന് പറയും. അങ്ങനെ ഒരു എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു വേർഡ് ക്രിയേറ്റ് ചെയ്യാനോ, ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വേർഡ് ക്രിയേറ്റ് ചെയ്യാനോ, അതിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു സ്പെഷ്യൽ ക്യാരക്ടറിൻ്റെ ഒരു സ്ലൈഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കണ്ട, നമുക്ക് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ടാലും മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ്. മനസ്സിലാവാൻ ബുദ്ധിമുട്ടല്ല, നമുക്കത് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും പ്രോഗ്രാംസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമുക്ക് മുഴുവൻ എടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞേക്കുന്നത് തന്നെയാണ് അവിടെ വന്നേക്കുന്നത്. ടിൽഡ മുതൽ ഡോട്ട്, പീരീഡ്, ദെൻ ക്വസ്റ്റ്യൻ മാർക്ക്, ദെൻ ഡബിൾ കോട്ട്സ്, അങ്ങനെ ഓരോ ബ്രാക്കറ്റുകൾ, അങ്ങനെ ഓരോ സംഭവങ്ങൾ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു സ്ലൈഡിനകത്തൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോവുക. നെക്സ്റ്റ് സ്ലൈഡ് നമുക്ക് സി ടോക്കൺസ് നോക്കാം. സി ടോക്കൺസ് എന്ന് പറയുന്നത് സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഇൻ എ പ്രോഗ്രാം, അല്ലെങ്കിൽ ഈസ് നോൺ ആസ് എ ടോക്കൺ. ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് എ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടോക്കൺ. ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആണ്. ദ ടോക്കൺ ഈസ് അറ്റോമിക് ആണ്. വീണ്ടും നമുക്കതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള വരുന്നതാണ് നമ്മൾ പറയുന്നത് ടോക്കൺസ് എന്ന് പറയുന്നത്. ദർ ആർ 6 types ഓഫ് ടോക്കൺസ് അവൈലബിൾ ഇൻ യുവർ സി പ്രോഗ്രാംസ്. 6 ടൈപ്സ് സ്പെഷ്യൽ ടോക്കൺസ് നമുക്കുണ്ട് സി പ്രോഗ്രാമിനകത്ത്. നമ്മൾ പറഞ്ഞു ദർ ആർ 6 types ഓഫ് ടോക്കൺസ്. അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് കീവേഡ്സ് എന്ന് പറയുന്നത്, സെക്കൻഡ് വൺ ഐഡൻറ്റിഫയേഴ്സ്, തേർഡ് വൺ കോൺസ്റ്റൻറ്റ്, ഫോർത്ത് വൺ സ്ട്രിങ്സ്, ആൻഡ് ഫിഫ്ത്ത് വൺ സ്പെഷ്യൽ സിമ്പിൾസ്, ആൻഡ് സിക്സ്ത് വൺ ഓപ്പറേറ്റേഴ്സ്. ഇങ്ങനെ 6 ടോക്കൺസ് ആണ് മെയിനായിട്ടൊരു സി പ്രോഗ്രാമിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാറ്. കീവേഡ്സ് എന്ന് പറയുന്നത് ഓരോന്നും നമുക്ക് സ്പെഷ്യലായിട്ട് ഡിസ്കസ് ചെയ്യാം. കീവേഡ്സ് എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഫ്ലോട്ട്, ഇൻറ്റ്, ഡബിൾ, വൈൽ, ഫോർ എന്നൊക്കെ പറയുന്നത് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. അതൊരു ബിൽറ്റ് ഇൻ വേർഡാണ്, ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത പ്രീ ഡിഫൈൻഡ് വേർഡ്സ് നമ്മൾ പറയുന്നത് കീവേഡ്സ് എന്ന് പറയുന്നത്. ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾസ് അവിടെ പറയുന്നുണ്ട്. ഒരു മെയിൻ എന്ന് പറയുന്നത്, ദെൻ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന യൂസർ ഡിഫൈൻഡ് വേർഡ്സ് നമ്മൾ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്.
ദെൻ കോൺസ്റ്റൻസ് അവിടെ പറയുന്നുണ്ട്. കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും. അപ്പം അവിടെ പറഞ്ഞിട്ടുണ്ട് 12 4 7 അങ്ങനെ ഓരോ വാല്യൂസ് ആയിരിക്കും ഇത് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. സ്ട്രിങ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോൾ അവിടെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട് CSM, ദെൻ തേഴ്സ്ഡേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെൽക്കം എന്ന് പറയുന്നത്, വാട്ട് എവർ ഇറ്റ് മേ ബി. ഒരു ഡബിൾ കോട്ടിനകത്ത് സ്പെസിഫൈ ചെയ്യുന്ന നമ്മൾ സ്ട്രിങ്സ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് സ്പെഷ്യൽ സിമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടെ ഓപ്പൺ ബ്രാക്കറ്റ്, അത് ക്ലോസിംഗ് ബ്രേസുകൾ, ഇങ്ങനത്തെ തന്നെ സ്പെഷ്യൽ സിമ്പിൾസിന് നമ്മൾ സ്പെഷ്യൽ സിമ്പിൾസ് എന്ന് പറയുന്നത്. ദെൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ടുണ്ട്, പ്ലസ്, സ്റ്റാർ, ദെൻ ഡിവിഷൻ, ഇതൊക്കെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. എനിവേ ഈ ഒരു 6 ടൈപ്സ് അല്ലെങ്കിൽ 6 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ 6 കീ ടോക്കൺസ് ആണ് ഇപ്പോൾ നമുക്ക് സീക്കകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഈച്ച് ടോക്കൺസ് നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. അതിനകത്ത് ഫസ്റ്റ് വൺ കീവേഡ്സ് എന്ന് പറയുന്നത്. കീവേഡ്സ് ഞാൻ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ്സ് എ ബിൽറ്റ് ഇൻ വേർഡ്സ്. ബിൽറ്റ് ഇൻ ആയിട്ട് ഉള്ള വേർഡ്സ് നമ്മൾ കീവേഡ്സ് എന്ന് പറയുന്നത്. അതായത് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആരാണോ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അവർക്ക് ആ കൊടുത്തേക്കുന്ന വേർഡ്സ് നമ്മൾ പറയുന്നത് കീവേഡ്സ് എന്ന് പറയുന്നത്. നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് ബിൽറ്റിനായിട്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് അന്നേരം തന്നെയുള്ള വേർഡ്സുകളാണ്. അല്ലെങ്കിൽ നമുക്കതിനെ പറയാം പ്രീ ഡിഫൈൻഡ് ടോക്കൺസ് എന്നും പറയാം. അതായത് മുന്നേ തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ച ടോക്കൺസ് നമ്മൾ പറയുന്നത് കീവേഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനേഷൻസ് നമുക്ക് നോക്കാം. കീവേഡ്സ് ആർ പ്രീ ഡിഫൈൻഡ് ടോക്കൺസ് ഇൻ C. These are also called reserved words. ഇതിനെ നമ്മൾ റിസർവ്ഡ് വേർഡ്സ് എന്നും പറയാറുണ്ട്. Keywords have special meaning to the C compiler. These keywords can be used only for their intended actions. They cannot be used for any other purpose. ഇത് നമുക്ക് എന്തിനു വേണ്ടി, ഒരു ഇൻറ്റൻഡഡ് പേർപ്പസിന് വേണ്ടി മാത്രമേ, അല്ലെങ്കിൽ ഇൻറ്റൻഡഡ് ആക്ഷന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ഇൻറ്റ് A, B, C, ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കീവേഡ്. ഫ്ലോട്ട് A, B, എന്ന് പറയുമ്പം എയും ബിയും ഫ്ലോട്ട് ടൈപ്സ് ആണ് ഡിക്ലെയർ ചെയ്യുന്നത്. അതായത് റിയൽ ടൈപ്സ് ആണ് ഡിക്ലെയർ ചെയ്യാനും വേണ്ടി. അങ്ങനെ ഓരോന്നും അത് സ്പെഷ്യലായിട്ട് പ്രീ ഡിഫൈൻഡ് ആയിട്ട് അതിൻ്റേതായ ഒരു യൂസേജ് മാത്രമുണ്ട്. അങ്ങനെ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലത്തെ വേർഡ്സ് നമ്മൾ പറയുന്നത് കീവേഡ്സ് എന്ന് പറയുന്നത്. ഇൻ C there are 32 കീവേഡ്സ്. സിക്കകത്ത് 32 കീവേഡ്സ് ഉണ്ട്. അതെല്ലാം കൂടെ നമ്മൾ കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കീവേഡ്സുകളൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചോളും. എങ്കിലും ജസ്റ്റ് അതിൻ്റെ ഒരു സ്ലൈഡ് ഞാൻ കാണിച്ചു തരാം. സ്റ്റാൻഡേർഡ് കീവേഡ്സ് എന്ന് പറയുന്നതാണ് ഈ കാണിക്കുന്ന 32 കീവേഡ്സ് എന്ന് പറയുന്നത്. അതായത് മെയിനായിട്ട് നമ്മൾ C പ്രോഗ്രാംസിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇത് മുഴുവനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡുകൾ ഏതൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഈഫ് എന്ന് പറയുന്ന ഈഫ് കണ്ടീഷൻ യൂസ് ചെയ്യാനും വേണ്ടി, ദെൻ ഇൻറ്റിജർ ടൈപ്സ് ഡിക്ലെയർ ചെയ്യാൻ ഇൻറ്റ് എന്ന് പറയുന്നത്, ദെൻ ഫ്ലോട്ട് എന്ന് പറയുന്നത്, ലോങ് എന്ന് പറയുന്നത്, ദെൻ ക്യാർ എന്ന് പറയുന്നത് ക്യാരക്ടറിന് ഡിക്ലെയർ ചെയ്യാൻ, ദെൻ ഈഫ് എൽസ് എന്ന് പറയുന്നത്, ഫോർ ലൂപ്പ്, വൈൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, പിന്നെ വോയിഡ് എന്ന് പറയുന്നത്, അങ്ങനെ കുറേ ഉണ്ട്. മെയിനായിട്ട് ഏതൊക്കെയാണോ നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അത് മാത്രം നോക്കുക. ജസ്റ്റ് ആ ടേബിളിനകത്തോടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നിങ്ങൾ പോവുക. ബാക്കി നമുക്ക് പ്രോഗ്രാംസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാം. നെക്സ്റ്റ് ഐഡൻറ്റിഫയേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസർ ഡിഫൈൻഡ് വേർഡ്സിന് നമ്മൾ പറയുന്ന ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. നേരെ കീവേഡ്സിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. കീവേഡ്സ് എന്ന് പറയുന്നത് ബിൽറ്റ് ഇൻ വേർഡ്സുകളാണ്. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത വേർഡ്സിന് നമ്മൾ കീവേഡ്സ് എന്ന് പറയുന്നത്. ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് വേർഡ്സുകളാണ്. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന വേർഡ്സിന് നമ്മൾ പറയുന്നത് യൂസർ ഡിഫൈൻഡ് വേർഡ്സ് എന്ന് പറയുന്നത്. അങ്ങനത്തെ യൂസർ ഡിഫൈൻസ് വേർഡ്സിന് നമ്മൾ പറയുന്നത് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ ഓഫ് ഐഡൻറ്റിഫയേഴ്സ് എന്താ നമുക്ക് നോക്കാം. സ്ലൈഡിലേക്ക് ശ്രദ്ധിക്കുക. ഐഡൻറ്റിഫയേഴ്സ് റെഫേഴ്സ് ടു ദ നെയിം ഓഫ് വേരിയബിൾസ്, ഫങ്ഷൻസ് ആൻഡ് അറേസ്. ഒരു വേരിയബിൾസ് ഇൻറ്റ് എ എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്. അതിന് നെയിം ചെയ്യാനും വേണ്ടി നമ്മളൊരു യൂസ് ചെയ്യുന്നതാണ് ഐഡൻറ്റിഫയർ. അപ്പോൾ എ എന്ന് പറയുന്നത് നമുക്കൊരു ഐഡൻറ്റിഫയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ ഒരു ഫങ്ഷൻസ് നമ്മൾ എത്തിയില്ല, നമുക്കത് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഉണ്ട്, അതിനെ നെയിം ചെയ്യാൻ. ആൻഡ് ഓൾസോ അറേ എന്ന് പറയുന്നത് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ആ ഒരു ലോജിക്കിലൂടെ എത്തുമ്പോൾ നിങ്ങൾക്ക് അറേ എന്താ മനസ്സിലാവും. അങ്ങനെ ആ ഒരു അറേ നെയിം ചെയ്യാനും വേണ്ടി അതിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അറേ എന്ന് പറയുന്നത്, ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ദ ഐഡൻറ്റിഫയേഴ്സ് യൂസർ ഡിഫൈൻഡ് നെയിംസ് ഓർ വേർഡ്സ് ആൻഡ് കൺസിസ്റ്റ് ഓഫ് എ സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് എ ലെറ്റർ ആസ് എ ഫസ്റ്റ് ക്യാരക്ടർ. അപ്പം എന്താണ് അത് യൂസ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഓൾറെഡി എന്ന് പറഞ്ഞു, അത് യൂസ് ചെയ്യുന്നത് ഡിഫൈൻഡ് നെയിംസ്, യൂസർ ഡിഫൈൻഡ് നെയിംസ് ആൻഡ് വേർഡ്സ്. യൂസർ ഡിഫൈൻഡ് നെയിംസുകളാണ്, വേർഡ്സുകളാണ്. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ്, കുറേ സീക്വൻസ് ഓഫ് ലെറ്റേഴ്സുകളായിരിക്കാം, ഡിജിറ്റ്സുകളായിരിക്കാം, ഓർ വിത്ത് ലെറ്റർ ആസ് എ ഫസ്റ്റ് ക്യാരക്ടർ.
അപ്പോൾ ഈ ഒരു ഐഡൻറ്റിഫയറിനെ ഡിഫൈൻ ചെയ്യുന്നതിന് ഒരു റൂൾസ് ഉണ്ട്, സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഐഡൻറ്റിഫയറിനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ വാലിഡ് ഐഡൻറ്റിഫയർ, ഒരു വാലിഡ് ഐഡൻറ്റിഫയർ ആകാൻ പറ്റില്ല. അപ്പോൾ വാട്ട് ആർ ദ കണ്ടീഷൻസ്? ആ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് ഞാൻ സ്ലൈഡിനകത്ത് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി ആൻ ആൽഫബറ്റ്, അതായത് ഒരു ആൽഫബറ്റിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനെന്ന് പറയുന്നത്. അതിപ്പോൾ എ എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് ഒരു ലെറ്റർ എടുത്തിട്ടായിരിക്കാം സ്റ്റാർട്ട് ചെയ്യുക. എ ബി സി എന്ന് പറയുന്നതായിരിക്കാം. ക്യാപിറ്റൽ ആവാം, സ്മോൾ ആവാം, ബട്ട് കമ്പൽസറി ആണ് ഇറ്റ് വിൽ ബി സ്റ്റാർട്ട് വിത്ത് എ ലെറ്റർ. വേറെ ഒന്നുമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ വാലിഡ് ഐഡൻറ്റിഫയർ. ഇപ്പോൾ നിങ്ങൾ 0A എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താൽ 0 ആണ് അവിടെ സ്റ്റാർട്ടിംഗ് ലെറ്റർ എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ വാലിഡ് ഐഡൻറ്റിഫയർ. അപ്പോൾ എന്തെങ്കിലും 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, അണ്ടർസ്കോർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, വേറെ ഒന്നും വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഓൺലി ദ ആൽഫബറ്റ് വെച്ച് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് അതിന് ശേഷം നമുക്ക് എന്തും ആഡ് ചെയ്യാം. അതാണ് സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത്. മസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ഓർ അണ്ടർസ്കോർ. അതിന് ശേഷം നമുക്ക് ഡിജിറ്റ്സോ അണ്ടർസ്കോർ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ നമ്മൾ A0 അണ്ടർസ്കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ വാലിഡ് ഐഡൻറ്റിഫയർ. കാരണം എ എന്ന് പറയുന്നതാണ് സ്റ്റാർട്ടിങ്, അതൊരു ക്യാരക്ടറാണ്, അതൊരു ലെറ്ററാണ്. അതിനുശേഷം 0 എന്ന് പറയുന്ന ഡിജിറ്റ് വന്നു, അതിനുശേഷം അണ്ടർസ്കോർ എന്ന് പറയുന്നത് വന്നു. അപ്പോൾ എന്താണ്, അതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിഫയർ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പം ആദ്യത്തെ ലെറ്ററിന് ശേഷം, ആൽഫബറ്റ് ലെറ്ററിന് ശേഷം നമുക്ക് ഡിജിറ്റ്സോ അണ്ടർസ്കോറോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഓൺലി ഫസ്റ്റ് 31 ക്യാരക്ടേഴ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ആദ്യത്തെ 31 ക്യാരക്ടർ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളൊരു 60 ക്യാരക്ടറുള്ള ഒരു ഐഡൻറ്റിഫയർ ഡിക്ലെയർ ചെയ്താലും ആദ്യത്തെ 31 ക്യാരക്ടർ മാത്രമേ ഐഡൻറ്റിഫയറിൻ്റെ നെയിമായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ബാക്കിയുള്ള പോർഷൻസ് എല്ലാം എന്ത് ചെയ്യും, ട്രൺകാറ്റ് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് ഒഴിവാക്കും. കനോട്ട് യൂസ് എനി കീവേഡ്. ഫോർത്ത് റൂളാണ് പറയുന്നത്, ഒരു കീവേഡ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഇൻറ്റ്, ഫ്ലോട്ട്, മെയിൻ, നമ്മൾ പറഞ്ഞേക്കുന്ന കുറേ പേര് കീവേഡ്സ് ഉണ്ടല്ലോ, ആ കീവേഡുകളൊന്നും ഒരു ഐഡൻറ്റിഫയറിനെ നെയിം ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത്രയും കീവേഡുകളൊന്നും നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യാൻ പാടില്ല. ദെൻ അടുത്തത് വരുന്നതാണ് നമ്മൾ ഇതിനകത്ത് 5th വൺ എന്ന് പറയുന്നത് റോങ് ആണ്. മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ കീവേഡ്സ് എന്ന്, അത് റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നതാണ്. അവിടെ നിങ്ങൾ പറഞ്ഞേക്കുന്നത്, അവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ വൈറ്റ് സ്പേസ് എന്ന് പറയുന്നത്. അതായത് വൈറ്റ് സ്പേസ് പാടില്ല എന്നാണ് മീൻ ചെയ്തത്. അതായത് ABBC എന്ന് പറയുന്നത്, ഇപ്പോൾ AB കഴിഞ്ഞതിന് ശേഷം ഒരു വൈറ്റ് സ്പേസ് BC അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ വാലിഡ് ഐഡൻറ്റിഫയർ. AB_BC എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. AB കഴിഞ്ഞിട്ട് ശേഷം അണ്ടർസ്കോർ ദെൻ BC എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അതൊരു വാലിഡ് ഐഡൻറ്റിഫയർ. അത് നിങ്ങൾക്ക് കൂടുതൽ പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. നമുക്ക് ചെയ്യുമ്പം ലാബിനകത്ത് നമുക്ക് അതിനെ ഡിസ്കസ് ചെയ്യാം. അപ്പം വൈറ്റ് സ്പേസുകൾ പാടില്ല, അതായത് ഗ്യാപ്പ് പാടില്ല എന്നാണ് മീൻ ചെയ്തേക്കുന്നത്. ഇത്രയും 5 റൂൾസുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഐഡൻറ്റിഫയറിനെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കണം. അപ്പോൾ ആ റൂൾസ് ഒന്നും കൂടി നമ്മൾ നോക്കുക. ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി ആൻ ആൽഫബറ്റ്. ആദ്യത്തെ ക്യാരക്ടർ എന്ന് പറയുന്ന ഐഡൻറ്റിഫയറിൻ്റെ ഇറ്റ്സ് മസ്റ്റ് ബി എ ക്യാരക്ടർ. മസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. അതിനുശേഷം ലെറ്റേഴ്സോ ഡിജിറ്റ്സോ അണ്ടർസ്കോർ നമുക്ക് യൂസ് ചെയ്യാം. ഓൺലി ഫസ്റ്റ് 31 ക്യാരക്ടേഴ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ദാറ്റ് മീൻസ് എത്ര ലെങ്ത്തുള്ള ക്യാരക്ടർ നമ്മളെങ്കിൽ വേർഡ്സ് ഡിക്ലെയർ ചെയ്യാം, ആദ്യത്തെ 31 ക്യാരക്ടേഴ്സ് മാത്രമേ അത് അതിൻ്റെ നെയിമായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. കനോട്ട് യൂസ് എനി കീവേഡ്. ഒരൊറ്റ കീവേഡും ഒരു ഐഡൻറ്റിഫയറിനെ നമ്മൾ നെയിം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് ദ ലാസ്റ്റ് റൂൾ ഈസ് മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ എനി വൈറ്റ് സ്പേസ്. ഒരു വൈറ്റ് സ്പേസ് കാണാൻ പാടില്ല, അതായത് ഒരു ബ്ലാങ്ക് സ്പേസ് അവിടെ വരാൻ പാടില്ല. ദാറ്റ് ആർ ദ റൂൾസ് ഫോർ ഡിഫൈനിങ് ആൻ ഐഡൻറ്റിഫയർ. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റിലോട്ട് പോകാം നമുക്ക്. നെക്സ്റ്റ് സ്ലൈഡ് നമുക്ക് കോൺസ്റ്റൻസ് ആൻഡ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി വാട്ട് ഈസ് എ കോൺസ്റ്റൻറ്റ്? ഒരു കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ സീക്കകത്ത് എന്താണ്? ഒരു കോൺസ്റ്റൻറ്റ് നമ്മൾ സീക്കകത്ത് പറയുന്നത് ലിറ്ററൽസ് നമ്മൾ പറയാം. ലിറ്ററൽ എന്ന ഒരു കോൺസ്റ്റൻറ്റിന് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ അതിന് വേർഡിനകത്തിൻ്റെ മീനിങ് എന്നൊരു കോൺസ്റ്റൻറ്റ്, ദറ്റ് ഈസ് ഫിക്സ്ഡ് അല്ലേ, ദറ്റ് ഈസ് ഡു നോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ പറയുന്നത് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതിനെ സീക്കകത്ത് ലിറ്ററൽ എന്നും കൂടെ പറയും കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാരക്ടർ ലിറ്ററൽ, സ്ട്രിങ് ലിറ്ററൽ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറ്. കോൺസ്റ്റൻസ് എന്ന് പറയുന്നതിന് പകരമായിട്ട് നമ്മൾ അങ്ങനെ പറയാം. എനിവേ നമുക്ക് കോൺസ്റ്റൻറ്റും പറയാം, ലിറ്ററൽസ് എന്നും പറയാം. എനിവേ നമ്മളതിൻ്റെ ഡെഫിനേഷനിലോട്ട് പോവാം. എ കോൺസ്റ്റൻറ്റ് ഈസ് എ ലിറ്ററൽ. ഒരു കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലിറ്ററൽ വിച്ച് റിമെയിൻ അൺചേഞ്ച്ഡ് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ടൈമിൽ ചേഞ്ച് ചെയ്യാണ്ട് റിമൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവം, അതാണ് നമ്മൾ പറയുന്ന കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് വാല്യൂ കനോട്ട് ബി ചേഞ്ച്ഡ് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് യുവർ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ടൈമിൽ അതിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ഫിക്സ്ഡ് ആയിരിക്കും ആ വാല്യൂ എന്ന് പറയുന്നത്. അത് താഴെ പറയുന്നുണ്ട്, എ കോൺസ്റ്റൻറ്റ് ഈസ് എ ഫിക്സ്ഡ് വാല്യൂ ദാറ്റ് കനോട്ട് ബി ഓൾട്ടേർഡ് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം.
ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ടൈമിൽ അതിനൊരു ഓൾട്ടർനേഷനും സംഭവിക്കുന്നില്ല, ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്തായിരിക്കും വാല്യൂസ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. അതാ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലിറ്ററൽസ് എന്ന് പറയുന്നത്. എ കോൺസ്റ്റൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു കാറ്റഗറീസ്: പ്രൈമറി കോൺസ്റ്റൻസ് ആൻഡ് സെക്കൻഡറി കോൺസ്റ്റൻസ്. പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും രണ്ടെണ്ണമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എനിവേ നമുക്ക് എത്ര കോൺസ്റ്റൻസ് ഉണ്ടെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ അതാണ് നമുക്ക് ഇമ്പോർട്ടൻസ് പറയുന്നത്. ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഈച്ച് ആൻഡ് എവരി വൺ. Then how to construct an integer constants. സ്ലൈഡിലേക്ക് നോക്കുക. കൺസ്ട്രക്റ്റ് ഹെഡിങ് കൊടുക്കുക, കൺസ്ട്രക്റ്റിംഗ് ഇൻറ്റിജർ കോൺസ്റ്റൻസ്. എങ്ങനെ ഒരു ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും? ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒരു കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഒരു ഡിജിറ്റായിട്ട് ഡിക്ലെയർ ചെയ്താൽ ഇറ്റ്സ് എ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ്, ഒരു ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിനൊരു ഫ്രാക്ഷൻ പാർട്ടുകളൊന്നും പാടില്ല. ഇപ്പം 1.03 എന്ന് പറയുന്നതോ അല്ലെങ്കിൽ 12.30 എന്ന് പറയുന്നതോ അങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂസോ അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻസോ ഒന്നും വരാൻ പാടില്ല. അങ്ങനത്തെ നമ്മൾ പറയുന്നത് ഇൻറ്റിജർ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഇൻറ്റിജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. 12 എന്ന് പറയുന്ന ഇൻറ്റിജർ, 9 എന്ന് പറയുന്ന ഇൻറ്റിജർ, 10 എന്ന് പറയുന്ന ഇൻറ്റിജർ, ദെൻ 20 എന്ന് പറയുന്ന മറ്റൊരു ഇൻറ്റിജർ, അങ്ങനത്തെ വാല്യൂസ് ആയിരിക്കും. അതിന് നമ്മൾ പറയുന്നത് ഇൻറ്റിജർ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായാലും അതിൻ്റെ റൂൾസ് നോക്കുക. ആൻ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഡിജിറ്റ്. അതിനകത്ത് എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരൊറ്റ ഡിജിറ്റെങ്കിലും നിർബന്ധമാണ്. ഇറ്റ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ ഐദർ എ ഡെസിമൽ പോയിൻറ്റ് ഓർ എക്സ്പൊണൻറ്റ്. അതിനകത്ത് എന്തായിരിക്കും പാടില്ല? ഒരു ഡെസിമൽ പോയിൻറ്റ്, ഫ്രാക്ഷനോ ഫ്ലോട്ടിംഗ് പോയിൻറ്റ്സുകളോ വരാൻ പാടില്ല, ഓർ എക്സ്പൊണൻറ്റും വരാൻ പാടില്ല. പിന്നെ നെക്സ്റ്റ് കണ്ടീഷൻ പറയുന്നത്, ഇഫ് എ കോൺസ്റ്റൻറ്റ് ഈസ് പോസിറ്റീവ് ഇറ്റ് മേ ഓർ മേ നോട്ട് ബി പ്രിസീഡഡ് ബൈ എ പ്ലസ് സൈൻ. ഒരു കോൺസ്റ്റൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ അതൊരു പ്ലസ് സൈൻ വെച്ചിട്ടോ പ്ലസ് സൈൻ യൂസ് ചെയ്തിട്ടോ യൂസ് ചെയ്യാണ്ടോ നമുക്കതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ബട്ട് ഇഫ് ഇറ്റ് ഈസ് എ നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി പ്രിസീഡഡ് ബൈ എ മൈനസ് സൈൻ. എന്തായിരിക്കണം? മൈനസ് സൈൻ തന്നെ അത് കാണിക്കണം. അപ്പോൾ -8 എന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മൈനസ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്യുന്ന തന്നെയാണ്. നെഗറ്റീവ് ആണെങ്കിൽ വി വാണ്ട് ടു സ്പെസിഫൈ എ മൈനസ് സൈൻ. ഇഫ് ഇറ്റ് ഈസ് പോസിറ്റീവ് യു ക്യാൻ സ്പെസിഫൈ. വേണമെങ്കിൽ നമുക്ക് മേ ഓർ മേ നോട്ട് ബി എന്ന് പറയാം. വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യാം, അതർവൈസ് യു ക്യാൻ ലീവ് ഇറ്റ്. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, കോമാസ്, ബ്ലാങ്ക്സ് ആൻഡ് നോൺ ഡിജിറ്റ് ക്യാരക്ടേഴ്സ് ആർ നോട്ട് അലൗഡ് ഇൻ ആൻ ഇൻറ്റിജർ കോൺസ്റ്റൻസ്. കോമയോ അല്ലെങ്കിൽ ബ്ലാങ്കോ അല്ലെങ്കിൽ നോൺ ഡിജിറ്റ് ക്യാരക്ടേഴ്സോ ദാറ്റ് ആർ നോട്ട് അലൗഡ് in integer constants. The value of an integer constant cannot be exceed specified limits. The value range is, അതിൻ്റെ വാല്യൂ റേഞ്ച് എന്ന് പറയുന്നത് -32,768 to +32,767. ഇത്രയും അതിൻ്റെ റേഞ്ച്. ആ റേഞ്ചിൻ്റെ ഇടയിലുള്ള ഇൻ ബിറ്റ്വീൻ ദാറ്റ് വാല്യൂസ് യു വാണ്ട് ടു സ്പെസിഫൈ ദ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അത്രയാണ് ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്യാനുള്ള റൂൾസുകൾ എന്ന് പറയുന്നത്. ആ റൂൾസ് ജസ്റ്റ് നോക്കുക, നമുക്കറിയാവുന്നത് തന്നെയാണ്. അതിനകത്ത് ഫ്രാക്ഷൻ പോയിൻറ്റുകളൊന്നും പാടില്ല. പിന്നെ അതിൻ്റെ റേഞ്ചൊന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കോൺസ്റ്റൻ്റ് ആണ് റിയൽ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ആക്ച്വലി റിയൽ കോൺസ്റ്റൻസ് എന്ന് നിങ്ങൾക്കറിയാം, ഫ്രാക്ഷൻ പാർട്ടുകളുള്ളതിന് നമ്മൾ പറയുന്നത് റിയൽ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പം 1.23, 1.000 എന്ന് പറയുന്നത്, പോയിൻറ്റിന് ശേഷം 00 എന്ന് പറയുന്നത് 1.23, 1 കഴിഞ്ഞതിന് ശേഷം 0.23. അങ്ങനെ ഫ്രാക്ഷൻ പാർട്ട് വരുന്ന ഒരു പോർഷൻ നമ്മൾ പറയുന്നത് എന്ത്? ഫ്ലോട്ടിംഗ് പോയിൻറ്റ്സ് വരുന്നത് നമ്മൾ പറയുന്നത് റിയൽ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. റിയൽ വാല്യൂസ് ആർ ഓഫൺ കോൾഡ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻസ്. അത് നമ്മൾ പറയുന്നത്, ചില സമയത്ത് നമ്മൾ പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻസുകൾ എന്നാണ് പറയുന്നത്. There are 2 ways to represent a real constants: decimal form and exponential form. 2 വേസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഡെസിമൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം, അതുപോലെ തന്നെ എക്സ്പോണൻ്റ് ആയിട്ട് നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. എനിവേ ഇത്ര നമ്മൾ ആലോചിച്ചാൽ മതി. റിയൽ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഹാവ് എ ഫ്രാക്ഷൻ പാർട്ട്. ഒരു ഫ്രാക്ഷൻ പാർട്ടുകൾ ഉണ്ടായിരിക്കും. 1.23 എന്ന് പറയുന്നത്, ദെൻ 16.135 എന്ന് പറയുന്നത്. ദാറ്റ് ആർ എക്സാമ്പിൾസ് ഓഫ് റിയൽ കോൺസ്റ്റൻസ്. റിയൽ കോൺസ്റ്റൻസിനുള്ള എക്സാമ്പിൾസ് ആണ് അതെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് എനി ആൽഫബറ്റ് ഓർ ക്യാരക്ടേഴ്സ് ദാറ്റ് ഈസ് ഡിഫൈൻഡ് വിത്തിൻ എ സിംഗിൾ ഇൻവേർട്ടഡ് കോമ ഈസ് കോൾഡ് എ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. അതായത് ഒരു സിംഗിൾ ഇൻവേർട്ടഡ് കോമക്കകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്ത ആൽഫബറ്റോ ഡിജിറ്റ്സിനോ അല്ലെങ്കിൽ സ്പെഷ്യൽ സിമ്പിൾസിനോ നമ്മൾ പറയുന്നത് എന്ത്? ഒരു ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് എന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു സിംഗിൾ കോഡിനകത്ത് ഒരു സ്മോൾ എ ഡിക്ലെയർ ചെയ്താൽ ആ എ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. ഒരു ക്യാപിറ്റൽ ബി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ സിംഗിൾ കോഡിനകത്ത് ആ ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. അപ്പം വാട്ട് എവർ യു ആർ ഡിഫൈനിങ് വിത്തിൻ എ സിംഗിൾ കോഡ് ഇറ്റ്സ് കോൾഡ് എ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷനകത്തോടെ നമുക്ക് കയറാം. A character constant is a single alphabet, a single digit or a single special symbol enclosed within single inverted comma
ഒരു സിംഗിൾ ഇൻവേർട്ടഡ് കോമക്കകത്ത് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ആൽഫബറ്റിനെയോ അല്ലെങ്കിൽ ഡിജിറ്റ്സിനെയോ സ്പെഷ്യൽ സിമ്പിൾസിനെയോ നമ്മൾ പറയുന്നത് എന്ത്, ഒരു ക്യാരക്ടർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ബോത്ത് ആർ ഇൻവേർട്ടഡ് കോമ പോയിന്റ് ടു ദ ലെഫ്റ്റ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം, ഫോർ എക്സാമ്പിൾ അതിൻ്റെ താഴെ പറയുന്നുണ്ട് ഒരു സിംഗിൾ ഇൻവേർട്ടഡ് കോമക്കകത്ത് ക്യാപിറ്റൽ എ ഡിക്ലെയർ ചെയ്തു. അങ്ങനെ തന്നെ ഡിഫൈൻ ചെയ്തെങ്കിൽ മാത്രമേ ഇറ്റ്സ് എ വാലിഡ് ക്യാരക്ടർ കോൺസ്റ്റന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഒന്നുകിൽ നിങ്ങൾ ബോത്ത് സൈഡിൽ ഒരു സൈഡിൽ മാത്രം ഒരു സിംഗിൾ കോമ ഇൻവേർട്ടഡ് കോമ കൊടുത്ത് എ ഡിക്ലെയർ ചെയ്തു, റൈറ്റ് സൈഡിനകത്ത് നിങ്ങൾ കൊടുത്തില്ല എന്ന് വിചാരിക്കുക, ദാറ്റ് ഈസ് നോട്ട് എ വാലിഡ് ക്യാരക്ടർ കോൺസ്റ്റന്റ്. പിന്നെ അവിടെ വേറൊരു കോൺസ്റ്റന്റ് കൊടുത്തിട്ടുണ്ട് എ എന്ന് പറയുന്നത്, ദർ ഈസ് നോ സിംഗിൾ ഇൻവേർട്ടഡ് കോമ, ബോത്ത് സൈഡിലും സിംഗിൾ ഇൻവേർട്ടഡ് കോമ ഇല്ല, ഇറ്റ്സ് നോട്ട് എ വാലിഡ് ക്യാരക്ടർ കോൺസ്റ്റന്റ്. അപ്പം വാലിഡ് ക്യാരക്ടർ കോൺസ്റ്റന്റ് ആവണമെന്നുണ്ടെങ്കിൽ വിത്തിൻ ദ സിംഗിൾ കോട്ട് യു വാണ്ട് ടു സ്പെസിഫൈ ദ ക്യാരക്ടർ. അപ്പോൾ സിംഗിൾ കോട്ടിനകത്ത് തന്നെ നമ്മളതിനെ സ്പെസിഫൈ ചെയ്യണം. ആൻഡ് ഓൾസോ ദ മാക്സിമം ലെങ്ത് ഓഫ് ദ ക്യാരക്ടർ കോൺസ്റ്റന്റ് ക്യാൻ ബി 1 ക്യാരക്ടർ. ഒരു ക്യാരക്ടർ കോൺസ്റ്റന്റ് മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് 1 ക്യാരക്ടർ മാത്രമേ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ താഴെ ഒരു നോട്ട് പറയുന്നുണ്ട്, എവറി ക്യാരക്ടർ ഹാസ് എ ആസ്കി അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് വാല്യൂ. ഓരോ ക്യാരക്ടറിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ആസ്കി വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു സിസ്റ്റത്തിന് നമുക്ക് മനസ്സിലാവുന്നത് സിസ്റ്റത്തിൻ്റെതായ ലാംഗ്വേജുകളാണ്. ഇപ്പോൾ എ എന്ന് പറയുന്ന ക്യാരക്ടർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എന് അതുപോലെ സിസ്റ്റത്തിന് റീഡ് ചെയ്യാൻ പറ്റില്ല. സിസ്റ്റത്തിന് ദാറ്റ് വാണ്ട് ടു കൺവേർട്ട് ഇൻ ടു സിസ്റ്റം അണ്ടർസ്റ്റാൻഡബിൾ കോഡ്, സിസ്റ്റത്തിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കോഡിലോട്ട് മാറ്റണം. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫോമാണ് ആസ്കി എന്ന് പറയുന്നത്. അത് ഓരോ ക്യാരക്ടറിനും ഓരോ വാല്യൂ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ എ എന്ന് പറയുന്നതിൻ്റെ ഒരു വാല്യൂ ആണ് 65 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുക ക്യാപിറ്റൽ എ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 65 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും സിസ്റ്റം എടുക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ബി ആണെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് വാല്യൂ ആയിരിക്കും 66 ആയിരിക്കും, ക്യാപിറ്റൽ സി ആണെങ്കിൽ 67 ആയിരിക്കും, അങ്ങനെ പോകും. പിന്നെ സ്മോൾ ലെറ്റർ എ ആണെങ്കിൽ 97 ആയിരിക്കും ആ സിസ്റ്റം മനസ്സിലാക്കുന്ന പിന്നെ കോഡ് എന്ന് പറയുന്നത്. അപ്പം എ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ 97 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കും. ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ബി ആണെങ്കിൽ 98 ആയിരിക്കും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും എന്നാണ് ജസ്റ്റ് കാണിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒരു ആസ്കി എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് എവർ ഇറ്റ് മേ ബി, എപ്പോഴും നമ്മൾ കൊടുക്കുമ്പം ഒരു ക്യാരക്ടർ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി കോഡായിരിക്കും നമ്മുടെ സിസ്റ്റം റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു ക്യാരക്ടർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. എനി ആൽഫബറ്റ്, ഡിജിറ്റ്സ് ഓർ സ്പെഷ്യൽ സിമ്പിൾസ് ദാറ്റ് ആർ ഡിക്ലെയർഡ് വിത്തിൻ എ സിംഗിൾ ഇൻവേർട്ടഡ് കോമ ഈസ് കോൾഡ് ക്യാരക്ടർ കോൺസ്റ്റന്റ്. നെക്സ്റ്റ് സ്ട്രിങ് കോൺസ്റ്റൻസ് ആണ്. സ്ട്രിങ് കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലേ. ഇപ്പം ഒരു വേർഡ് പറയുന്നത് വെൽക്കം, ഇറ്റ്സ് എ സ്ട്രിങ്. അപ്പോൾ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്, ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. എവറി ടൈം വി ആർ ഡിക്ലെയറിങ് എ സ്ട്രിങ് വിത്തിൻ എ ഡബിൾ കോട്ട്സ്. ക്യാരക്ടർ കോൺസ്റ്റന്റ് നമ്മൾ സിംഗിൾ കോട്ടിലാണെങ്കിൽ സ്ട്രിങ് കോൺസ്റ്റന്റിന് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഡബിൾ കോട്ടിനകത്തായിരിക്കും. അപ്പോൾ എനി ക്യാരക്ടർ ഓർ എനി സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ദാറ്റ് ആർ ഡിഫൈൻഡ് വിത്തിൻ ദ ഡബിൾ കോട്ട്സ് ആർ കോൾഡ് എ സ്ട്രിങ് കോൺസ്റ്റന്റ്. അപ്പം നിങ്ങൾ നിങ്ങൾ ഡബിൾ കോട്ട്സിനകത്ത് എന്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് സ്ട്രിങ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ദാറ്റ്സ് കോൾഡ് സ്ട്രിങ് കോൺസ്റ്റൻസ്. അതിനെ നമ്മൾ സ്ട്രിങ് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനകത്തോട്ട് നമുക്ക് പോവാം. എ സ്ട്രിങ് കോൺസ്റ്റൻറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് ഇൻ എ ഡബിൾ കോട്ട്സ്. ഡബിൾ കോട്ട്സിനകത്ത് എൻക്ലോസ് ചെയ്തേക്കുന്ന സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിന് നമ്മൾ സ്ട്രിങ് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ദ ക്യാരക്ടേഴ്സ് മേ ബി ലെറ്റേഴ്സ്, നമ്പേഴ്സ്, ബ്ലാങ്ക് സ്പേസ് ഓർ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. ആ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ആൽഫബറ്റുകളാവണം നിർബന്ധമൊന്നുമില്ല. സംടൈംസ് ഇറ്റ്സ് എ ലെറ്റർ, otherwise it's numbers or blank space, otherwise special characters, എന്തെങ്കിലും കേളി ബ്രേസോ ഓപ്പൺ ബ്രാക്കറ്റോ സിഗ്മയോ അങ്ങനെ എന്തെങ്കിലും വാട്ട് എവർ ഇറ്റ് മേ ബി അങ്ങനത്തെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയിരിക്കാം. എനിവേ വാട്ട് യു ആർ ഡിക്ലെയറിങ് വിത്തിൻ ദ ഡബിൾ കോട്ട്സ് ദാറ്റ് ഈസ് കോൾഡ് എ സ്ട്രിങ് കോൺസ്റ്റൻസ്. അതിന് നമ്മൾ പറയുന്നത് സ്ട്രിങ് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ താഴെ ഒരു നോട്ട് പറയുന്നുണ്ട്, ഒരു ഡബിൾ കോട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ദർ ഈസ് നത്തിങ്, അവിടെ അതിനകത്ത് ഒന്നുമില്ല, ദർ ഈസ് സ്പെസിഫൈഡ് നത്തിങ്, ഒന്നും സ്പെസിഫൈ ചെയ്തിട്ട്. അതുകൊണ്ട് നമുക്ക് പറയാം അതിന് ഇറ്റ്സ് എ നൾ സ്ട്രിങ് ഓർ എംപ്റ്റി സ്ട്രിങ്. ഒന്നുമില്ല, നൾ സ്ട്രിങ് ആണ് അല്ലെങ്കിൽ എംപ്റ്റി സ്ട്രിങ് എന്ന് പറയാം. ആൻഡ് ദ സിംഗിൾ സ്ട്രിങ് കോൺസ്റ്റൻറ്റ് ഡബിൾ കോട്ടിനകത്ത് സ്പെസിഫൈ ചെയ്ത എയും ഈസ് നോട്ട് ഈക്വൽ ടു ദ സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ എ ദാറ്റ് ഈസ് ഡിഫൈൻഡ് വിത്തിൻ എ സിംഗിൾ ഇൻവേർട്ടഡ് കോമ. അതിൻ്റെ രണ്ടിനും ഡിഫറൻസ് പറഞ്ഞു. ഡബിൾ കോട്ടിനകത്ത് ഡിഫൈൻ ചെയ്ത ക്യാപിറ്റൽ എയും സിംഗിൾ കോട്ടിനകത്ത് ഡിഫൈൻ ചെയ്ത സ്മോൾ ക്യാപിറ്റൽ എയും എന്താണ്, രണ്ടും ഡിഫറെൻ്റ് ആണ്. ഒന്നെന്ന് പറയുന്നത് ക്യാരക്ടർ കോൺസ്റ്റൻറ്റും മറ്റൊന്നെന്ന് പറയുന്നത് സ്ട്രിങ് കോൺസ്റ്റൻറ്റും ആണ്. നെക്സ്റ്റ് നോട്ട് നോക്കുക. ഈച്ച് സ്ട്രിങ് കോൺസ്റ്റൻറ്റ് മസ്റ്റ് എൻഡ് വിത്ത് എ സ്പെഷ്യൽ ക്യാരക്ടർ /0.
എല്ലാ സ്ട്രിങ് കോൺസ്റ്റൻറ്റുകളും ഒരു /0 വെച്ച് എൻഡ് ചെയ്യണം. ദിസ് ക്യാരക്ടർ ഈസ് കോൾഡ് നൾ ക്യാരക്ടർ. അത് നമ്മൾ പറയുന്നത് ഒരു നൾ ക്യാരക്ടർ എന്നാണ് പറയുന്നത്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് യൂസ് ഇറ്റ് ടു ടെർമിനേറ്റ് എ സ്ട്രിങ്. ഒരു സ്ട്രിങ് ടെർമിനേറ്റ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു സ്ട്രിങ് എൻഡ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആ ഒരു നൾ ക്യാരക്ടർ /0 എന്ന് പറയുന്നത്. ദ കമ്പൈലർ ഓട്ടോമാറ്റിക്കലി പ്ലേസസ് എ നൾ /0 ക്യാരക്ടർ അറ്റ് ദ എൻഡ് ഓഫ് എവറി സ്ട്രിങ് കോൺസ്റ്റൻറ്റ്. എല്ലാ സ്ട്രിങ് കോൺസ്റ്റൻറ്റിൻ്റെയും എൻഡിനകത്ത് നമ്മുടെ സി കമ്പൈലർ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ദാറ്റ് /0 ഓർ നൾ ക്യാരക്ടർ പ്ലേസ് ചെയ്ത് കൊടുക്കും. നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അതിനെ പ്ലേസ് ചെയ്ത് കൊടുക്കും. അതിനെ പറയും നമ്മളൊരു സ്ട്രിങ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. എനിവേ എ സ്ട്രിങ് കോൺസ്റ്റൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് വി ആർ ഡിക്ലയറിങ് ഓർ സ്പെസിഫൈങ് വിത്തിൻ ദ ഡബിൾ കോട്ട്സ് ആർ കോൾഡ് എ സ്ട്രിങ് കോൺസ്റ്റൻറ്റ്. ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് നമ്മൾ ശ്രദ്ധിക്കുക, സിംഗിൾ ഇൻവേർട്ടർ കോമക്കകത്തായിരിക്കും നമ്മൾ ക്യാരക്ടർ. സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ ഡബിൾ കോട്ടിനകത്തായിരിക്കും സ്ട്രിങ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ സ്ട്രിങ് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു സ്ട്രിങ് നൾ ക്യാരക്ടർ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു എസ്കേപ്പ് സീക്വൻസിൻ്റെ ഒരു കാര്യം പറയുകയാണ്. എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ എല്ലാ എസ്കേപ്പ് സീക്വൻസും നിങ്ങൾ കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് ചെയ്യേണ്ടതാണ്. എനിവേ ജസ്റ്റ് ആ ടേബിളിനകത്തൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് ഓടിച്ചിട്ട് പോവുക. എനിവേ വാട്ട് ഈസ് എസ്കേപ്പ് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം നോൺ പ്രിൻറ്റിംഗ് ക്യാരക്ടേഴ്സ് and some other characters such as double quote, single quote, question mark and blank space backslash requires escape sequence. Some non-printing characters, പ്രിൻ്റ് ചെയ്യില്ല അതെന്ന് പറയുന്നത്, ബട്ട് ഇറ്റ് ഹാവ് സം ആക്ഷൻസ്. എന്തെങ്കിലും ഒരു ആക്ഷൻസ് ഉണ്ടായിരിക്കും. /n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ലൈനിലോട്ട് നമ്മളെ കഴ്സർ വന്നിരിക്കാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന /n എന്ന് പറയുന്നത്. /t എന്ന് പറഞ്ഞാൽ ഒരു ടാബ് നമുക്ക് എന്ത് ചെയ്യാണ്? ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി. അങ്ങനെ ഓരോന്നിനും അതിൻ്റേതായ മീനിങ്ങുകളുണ്ട്, സ്പെഷ്യൽ മീനിങ്ങുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ നമ്മൾ പറയുന്നത് എസ്കേപ്പ് സീക്വൻസസ് എന്ന് പറയുന്നത്. സം നോൺ പ്രിൻറ്റിംഗ് ക്യാരക്ടേഴ്സ് ആൻഡ് സം അതർ ക്യാരക്ടേഴ്സ് such as other characters, double quotes, single quote, question mark and backslash and require a escape sequence. A list of commonly used backslash character constants is given below. അപ്പോൾ അതിൻ്റെ കുറച്ച് ലിസ്റ്റ് അവിടെ തന്നിട്ടുണ്ട്. /a, /b, /t, /n, /v, /f എന്ന് പറയുന്ന ഓരോന്ന് തന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിനകത്തോടെ ഒന്ന് ഓടിച്ചു പോവുക. നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് വി ക്യാൻ അനലൈസ് മോർ, കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ് എസ്കേപ്പ് സീക്വൻസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ പഠിച്ചേക്കുന്നത് വീണ്ടും നോക്കുക. ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ ചെയ്തേക്കുന്നത് കോൺസ്റ്റൻസ് ആൻഡ് വേരിയബിൾസ് എന്ന് പറയുന്ന സെഷൻ, സി ക്യാരക്ടർ സെറ്റ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, സി ടോക്കൺസ്, ടൈപ്സ് ഓഫ് ടോക്കൺസ്, keywords, then standard keywords, then identifiers, constants and variables, constructing integer variables, real constants, character constants, string constants and escape sequence. ഇത്രയാണ് പഠിച്ചേക്കുന്നത്. അപ്പോൾ അത്രയും ഓർത്ത് വെക്കുക. then okay.